ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥ, ഹല്ലേലൂയ മറനാഥ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നീതിമാന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്, അനുഗ്രഹ സോഴ്സാണ് നീതിമാന്മാരോട് ചേർന്നുള്ള പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് സ്വർഗീയമായ സഹായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. ജഡപ്രകാരമുള്ള സ്വഭാവങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. കോപം, അരിശം, പലതരത്തിലുള്ള ദ്രവ്യാസക്തികൾ, ജഡികാസക്തികൾ, പാപബന്ധനങ്ങൾ, ക്ഷീണം, തളർച്ച, മടുപ്പ്, മന്ദത, മരവിപ്പ്, പരിശുദ്ധാത്മാവെ എല്ലാ തരത്തിലുള്ള ജഡിക അവസ്ഥകളിലേക്കും ജഡപ്രകാരമുള്ള ക്ഷീണങ്ങളിലേക്കും ഇപ്പോൾ എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ഉണർത്തണമേ, ശക്തി പകരണമേ, ഉണർവ് നൽകണമേ, വിശുദ്ധി നൽകണമേ, ശക്തിയോടെ ഞങ്ങൾ ആവസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന്, ടീമിനോട് ചേർന്ന് ഇപ്പോൾ ഓരോ മകനും ഓരോ മകളും ഓരോരുത്തരും ഭവനങ്ങളിലിരുന്ന് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഓരോ ഭവനത്തിന് മേൽ എഴുന്നള്ളി വരണമേ, ഓരോ കുടുംബത്തിന് മേൽ എഴുന്നള്ളി വന്ന് നിറയണമേ, ഓരോ സമൂഹത്തിന് മേൽ എഴുന്നള്ളി വന്ന് നിറയണമേ. ഈ സ്വരം കേട്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ ഈ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അതിശയകരമായി ആത്മാവേ, പരിശുദ്ധാത്മാവേ ആവസിക്കണമേ. ദൈവിക സുഹൃതങ്ങൾ, ആത്മീയ പുണ്യങ്ങൾ, സ്വർഗരാജ്യ വരങ്ങൾ, സ്വർഗരാജ്യ അഭിഷേകങ്ങൾ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഓരോ കുടുംബത്തിന് മേലും ഓരോ വംശത്തിന് മേലും പരിശുദ്ധാത്മാവേ പകർന്നു നൽകണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുക, പരിശുദ്ധാത്മാവേ. ദൈവിക സ്നേഹം നൽകണമേ, ദൈവിക പുണ്യങ്ങൾ നൽകണമേ, ദൈവിക സ്നേഹം നൽകണമേ, ദൈവിക പുണ്യങ്ങൾ നൽകണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ ദാഹിക്കും മക്കൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ ദാഹിക്കും മക്കൾക്ക് നൽകണമേ. എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സകല ഹൃദയങ്ങളുടെ മേൽ സമാധാനമായി നിറയണമേ, അസമാധാനത്തിന്മേൽ സമാധാനമായി നിറയണമേ, തകർച്ചകളും കുടുംബങ്ങളിലേക്ക് നിറയണമേ. രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആവർത്തിച്ച് രോഗങ്ങൾ സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, രോഗങ്ങൾ സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. പൈശാചിക പീഡകളുള്ളവരുടെ മേൽ ആവർത്തിച്ച് പൈശാചിക പീഡകളെ തകർക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ശാപങ്ങളുള്ള വ്യക്തികളുടെ മേൽ ഇറങ്ങി ആവർത്തിച്ച് ശാപത്തിന്റെ കോട്ടകളെ തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ ബന്ധനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവേ ഇപ്പോൾ തകർത്ത് കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന് വേണ്ടി ഒരുക്കണമേ, ഹൃദയങ്ങളെ ഒരുക്കണമേ, കുടുംബങ്ങളെ ഒരുക്കണമേ, വംശങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. Praise the Lord. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 16-ാം വാക്യം, കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയുള്ളൊരു നീതിമാൻ ഞാനും നിങ്ങൾ വസിക്കുന്ന ദേശത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും അതൊരു ആശ്വാസമാണ്. കാരണം ഞാനും നിങ്ങളും ആ നീതിമാനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് പെട്ടെന്ന് ഉത്തരമുണ്ട് എന്നാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ. അവിടെ ഒത്തിരി കാലങ്ങൾ ജോബിൻ്റെ കഷ്ടതര നാളുകളിൽ ജോബിൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരുന്നപ്പോൾ ജോബിൻ്റെ സ്നേഹിതന്മാരായ 3 പേർ ജോബിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് തവണ ജോബിൻ്റെ ദൈവത്തിനെതിരായി സംസാരിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. ദൈവത്തെ തള്ളി പറഞ്ഞ് ജീവിതത്തിൽ പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ദൈവ വിപരീത മാർഗത്തിൽ നടക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ദൈവത്തെക്കുറിച്ച് മറുതലിച്ച് സംസാരിച്ചു. ദൈവത്തെക്കുറിച്ച് നിഷേധിച്ച് സംസാരിച്ചു. അങ്ങനെ ദൈവ വിപരീതമായ വാക്കുകൾ പറഞ്ഞ്, ദൈവത്തിന് അനിഷ്ടകരമായ വാക്കുകൾ പറഞ്ഞ്, ശാപകരമായ പാപം ചെയ്ത് ജോബിൻ്റെ 3 സ്നേഹിതന്മാർ പാപം ചെയ്തു. എന്നാൽ ജോബ് ആകട്ടെ ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ തള്ളി പറയാൻ കൂട്ടാക്കാതെ ജോബ് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിന്നു. ജോബിൻ്റെ സ്നേഹിതന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. ദൈവത്തിൻ്റെ കോപം ജോബിൻ്റെ സ്നേഹിതന്മാർക്കെതിരെ ജ്വലിച്ചു. കാരുണ്യവാനായ ദൈവം ആ സ്നേഹിതന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ആ സ്നേഹിതന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു വിടുതലിൻ്റെ മാർഗമാണ് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ കാണുന്നത്. എൻ്റെ ക്രോധം നിനക്കും നിൻ്റെ 2 സ്നേഹിതന്മാർക്ക് എതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ഞാൻ ശിക്ഷിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ഭോഷത്വം പ്രവർത്തിച്ച്, ഭോഷത്വം സംസാരിച്ച്, ശാപത്തിൻ്റെ പിടിയിലമർന്ന്, പാപത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് ദൈവസന്നിധിയിൽ അനിഷ്ടത്തിന് പാത്രമായ 3 സ്നേഹിതന്മാർ, അവർ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ദൈവം നൽകുന്നൊരു മാർഗമാണ് ഈ വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. നീതിമാനായ ജോബിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുക. ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അനർത്ഥങ്ങൾ നീങ്ങിപ്പോകുമെന്നാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അനർത്ഥങ്ങൾ നീങ്ങിപ്പോകും. പ്രൈസ് ദ ലോർഡ്. എന്താ എൻ്റെ സാരാംശം? നീതിമാനായ ജോബിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപത്തിന് ഇരയായ പാപത്തിൻ്റെ അടിമകളായിരുന്നെങ്കിൽ പോലും അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ അനർത്ഥങ്ങൾ വിട്ടുപോകുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം ആ 3 പേരെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തി, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം, അതിന് വലിയ ശക്തിയുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക്, ആ വ്യക്തിയിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട്. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിലേക്ക് ദൈവം തരുന്നുണ്ട്. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ 9-ാം വാക്യം, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രീതി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായ ദേവാലയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അനുഭവങ്ങൾ നിറഞ്ഞ ദൈവദാസൻ സംസാരിക്കുന്നതാണ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നത്. അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുമ്പിൽ, അങ്ങയുടെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കും. പ്രൈസ് ദ ലോർഡ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കും. കർത്താവ് അംഗീകരിച്ച സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് അംഗീകരിച്ച വ്യക്തികളുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ വ്യക്തികളുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാരണത്താൽ പാപത്തിന് അടിമപ്പെട്ട, ശാപത്തിന് അടിമപ്പെട്ട, ദൈവകോപത്തിനിരയായി തീരേണ്ട, തകർച്ചയ്ക്ക് അടിമപ്പെട്ട വ്യക്തികളുടെ കുടുംബത്തിൽ നിന്നും ജീവിതങ്ങളിൽ നിന്നും അനർത്ഥങ്ങൾ വിട്ടുപോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്.
വിശുദ്ധന്മാരോട് ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. മാലാഖമാരോട് ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. നമുക്ക് മുമ്പേ പുണ്യ ജീവിതം നയിച്ച് കടന്നുപോയ പൂർവികരോട് ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥാനങ്ങളിൽ പോയുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന വിലയുണ്ട്. ധ്യാന ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വിലയുണ്ട്. വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ദേശത്തൊരു ധ്യാന കേന്ദ്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. നിങ്ങളുടെ ദേശത്ത് ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടെങ്കിൽ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. നിങ്ങളുടെ ദേശത്ത് ബലി അർപ്പിക്കുന്ന ഒരു ബലിപീഠം ഉണ്ടെങ്കിൽ ആ ബലി അർപ്പിക്കുന്ന ദേവാലയത്തിൽ പോയി ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. ഹല്ലേലൂയ. ടെലിവിഷനിലൂടെ ദൈവദാസന്മാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ടെലിവിഷൻ ശുശ്രൂഷകളോട് പങ്കുചേർന്ന് ആ കൂട്ടായ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പെടുത്താം. 3/5/2007 ഒരു ദൈവ പൈതൽ മറിയക്കുട്ടി എന്നു പേര്, 70 വയസ്സുള്ള മറിയക്കുട്ടി എന്നു പേരുള്ള ഒരു ദൈവ പൈതൽ ഷാലോം ചാനലിലൂടെയുള്ള ഞായറാഴ്ച രാത്രി 8:30 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വേദനയായിരുന്നു 15 വർഷമുള്ള മലബന്ധം. എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ആ രോഗത്തിന് സൗഖ്യമുണ്ടായിരുന്നില്ല. 15 വർഷമായി പീഡ സഹിച്ച സഹോദരി 3/5/2007 അഭിഷേകാഗ്നി പ്രോഗ്രാമിനോട് ചേർന്ന് ദൈവസന്നിധിയിൽ സെഗിയോൺ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം രാവിലെ തന്നെ അത്ഭുതകരമായ വിടുതലും സൗഖ്യവും ആ വ്യക്തി അനുഭവിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മരുന്നും ആ വ്യക്തി കഴിക്കുന്നില്ല. അത്ഭുത സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നാമത്തിലുള്ള സ്ഥലം ശുശ്രൂഷ സ്ഥലങ്ങളോടും ശുശ്രൂഷ ടീമുകളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന് അത്ഭുത ശക്തിയും വിലയുമുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഇപ്പോൾ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തികളെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസ ബോധ്യങ്ങൾ സ്വീകരിച്ച് വിശ്വാസാഭിഷേകം പ്രാപിച്ച് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് ഉയരാൻ, വിടുതലിലേക്ക് മാറാൻ, വിടുതലിൻ്റെ ഓരോ വഴികളെക്കുറിച്ച് വചനപ്രകാരം വെളിപ്പെടുത്തി കൊടുക്കണമേ. നീതിമാന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള സ്വർഗീയ അഭിഷേകങ്ങൾ, വിശ്വാസ ബോധ്യങ്ങൾ ഓരോ മകനും ഓരോ മകൾക്കും ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാത്ത. കർത്താവായ യേശു ക്രിസ്തു ദിവ്യകാരുണ്യ രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് സകല തരത്തിലുള്ള തിന്മയുടെ ശക്തികളെയും, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ, അനർത്ഥങ്ങൾ, ഈതിബാധ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വിപരീത ശക്തികളെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പകർച്ചവ്യാധികളുടെ എല്ലാ ശക്തികളെയും കുടുംബങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവായ ദൈവത്തിൻ്റെ തിരിഹിതം നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരും എല്ലാ കാര്യങ്ങളിലും സുസ്ഥിതി അനുഭവിക്കുന്നവരും ആകണമെന്ന് കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 6-ാം വാക്യം, ദുഷ്ടമൃഗങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കും, വാൾ നിങ്ങളുടെ നാട്ടിലൂടെ കടന്നു പോവുകയില്ല. ദൈവം സംരക്ഷണം നൽകുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ പകർച്ചവ്യാധികളെ ദൈവം നിർവീര്യമാക്കുന്നു. പകർച്ചവ്യാധികളുടെ കഠിനമായ പീഡ അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലിനായി പ്രാർത്ഥിക്കട്ടെ. പകർച്ചവ്യാധികൾ നിമിത്തം മനസ്സമാധാനം നഷ്ടപ്പെട്ട് വലിയ വേദനയും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന കുടുംബങ്ങൾ തിന്മയുടെ ഉപദ്രവങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾക്ക് വിടുതലുണ്ട്. തിരുസഭയുടെ അധികാരം ഉപയോഗിച്ച്, പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച്, വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളെ ശാസിച്ച് ബഹിഷ്കരിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിതാവേ, സഭയ്ക്ക് നൽകിയിരുന്ന അധികാരം ഉപയോഗിച്ച് ഇതാ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഓരോ കുടുംബങ്ങളെ 4 അതിർത്തികളെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര ചെയ്യുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ഓരോ കുടുംബങ്ങളെയും മുദ്ര ചെയ്യുന്നു. തിന്മയുടെ ശക്തികൾ, പരാജയത്തിൻ്റെ ശക്തികൾ, പകർച്ചവ്യാധിയുടെ ശക്തികൾ, അണുക്കൾ, രോഗബാധകൾ
പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ഉപദ്രവ ശക്തികളെയും കുടുംബത്തിൽ നിന്നും, ഓരോ കുടുംബത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഈ ദേശത്ത് നിന്ന് പകർച്ചവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവലോകങ്ങളും വാർത്തു ഭരിച്ചിടും നാഥാദിനായക സർവശക്ത, തിന്മകൾ സർവ്വതിൽ നിന്നു സംരക്ഷണം നിൻ തിരുരക്തം തളിച്ചിടേണേ. ആധിപത്യങ്ങളും എല്ലാ പ്രഭുത്വവും അന്ധകാരത്തിൻ ദുരാത്മാക്കളും ദുർശക്തി തിന്മയാധീശനെയൊക്കെയും ബന്ധിച്ചു നിഷ്പ്രഭമാക്കിയിടണേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ബന്ധിക്കണേ, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് രോഗപീഠ ശക്തി വിട്ടുപോകട്ടെ. പകർച്ചവ്യാധികൾ യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. അനർത്ഥ ശക്തികൾ വിട്ടുപോകട്ടെ. ബന്ധിച്ചു നിർവീര്യമാക്കിയിടണേ അത്യുന്നത നാമശക്തിയാലേ. സാത്താന്റെ സേനതൻ പീഠയിൽ നിന്നു നീ ആർത്തര മക്കളെ കാത്തിടണേ. അപകടം രോഗപീഠാദികൾ കെണികളിൽ നിന്നു സംരക്ഷിക്കണേ. സാത്താന്റെ സേനതൻ പീഠയിൽ നിന്നു നീ ആർത്തര മക്കളെ കാത്തിടണേ. അപകടം രോഗപീഠാദികൾ അപകടത്തിന്റെ പിടിയിൽ നിന്ന് കുടുംബങ്ങളെ യേശു നാമത്തിൽ വിടുവിക്കുന്നു. വിടുതലുണ്ടാകട്ടെ. ബന്ധിക്കണേ, പുറത്താക്കിടണേ. എതിർ ശക്തികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ശക്തിയാലേ ബന്ധിക്കണേ, പുറത്താക്കിടണേ. ശക്തിയാലേ ബന്ധിച്ചു നിർവീര്യമാക്കിയിടണേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. ഇതാ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ വിടുതൽ ഉണ്ടാകുന്നു. ഇതാ കുടുംബങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്യുന്നത നാമശക്തിയാലേ. ഓരോ കുടുംബങ്ങളെയും ദിവ്യകാരുണ്യ ആശീർവാദം നൽകി അനർത്ഥ ശക്തികളിൽ നിന്ന്, എല്ലാ തരത്തിലുള്ള പകർച്ചവ്യാധികളുടെ ശക്തികളിൽ നിന്നും വിടുവിക്കുന്ന സമയമാണ്. നിങ്ങൾ എത്രമാത്രം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ അത്രയും വിശ്വാസത്തോടെ രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക. ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ദുർപീഡകളെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന സമയമാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് കാട്ടുമൃഗങ്ങളെ ആട്ടിപ്പായിക്കും എന്ന് പറഞ്ഞ വചനം ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഒരനർത്ഥവും നിങ്ങളുടെ ഭവനങ്ങളെ സമീപിക്കുകയില്ലെന്ന വചനത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് അനർത്ഥ ശക്തികൾ വിട്ടുമാറിപ്പോകട്ടെ. രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സാത്താന്റെ എല്ലാ സേനകളെയും യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ബന്ധിച്ച് കുടുംബങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന ദുർപീഡകളുടെ ആത്മാവെ കുടുംബങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ വിട്ടുപോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശു നാമത്തിൽ വിടുതൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നിങ്ങളുടെ നാമത്തിൽ ദേശത്തെ ആശീർവദിക്കുന്നു. ദേശത്ത് നിന്ന് കൂട്ടത്തോടെ പകർച്ചവ്യാധി ശക്തികൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിളിക്കുക. കുടുംബങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. കൂടെ വരുന്ന രോഗങ്ങൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, ദുർപീഡകൾ, ദുർശക്തികൾ, അശുദ്ധ ശക്തികൾ, പൈശാചിക പീഡകൾ കുടുംബത്തിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിഞ്ഞു മാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നിങ്ങളുടെ നാമത്തിൽ കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിച്ച് വിടുവിക്കുന്നു. വിട്ടുപോകട്ടെ. അശുദ്ധ ശക്തികളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ,
ദൈവശക്തിയാലേ എത്തിച്ചു നിർവീര്യമാക്കിയിടണേ. അത്യുന്നത നാമശക്തിയാലേ സാത്താന്റെ സേനകൾ പീഠയിൽ നിന്നു നീ മക്കളെ കാത്തിടണേ. അപകടം രോഗപീഠാദികൾ ശത്രുവിൻ കെണികളിൽ നിന്നു സംരക്ഷിക്കണേ. സാത്താന്റെ സേനകൾ പീഠയിൽ നിന്നു നീ മക്കളെ കാത്തിടണേ. അപകടം രോഗപീഠാദികൾ ശത്രുവിൻ കെണികളിൽ നിന്നു സംരക്ഷിക്കണേ. Hallelujah, Maranatha. എൻ്റെ പേര് ഹരിദാസ്. ഞാൻ ഒരു ഹൈന്ദവ സഹോദരനാണ്. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2004 ഡിസംബർ 23 ഒരു 3 അറ്റാക്ക് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമായിരുന്നു. അന്ന് തൊട്ട് അസുഖം ഭേദമായെങ്കിലും അന്ന് തൊട്ട് ഹൃദയത്തിന് ക്രമാതീതമായ നെഞ്ചിടിപ്പും അതിൻ്റെ ഫലമായിട്ട് ശ്വാസം മുട്ടുമൊക്കെ ഉണ്ടാകാറുണ്ട്. ദീർഘമായിട്ട് യാത്ര ചെയ്യുകയോ വിശക്കുകയോ ഒക്കെ ചെയ്താൽ അതുണ്ടാകാറുണ്ട്. ഇപ്രാവശ്യം ഇങ്ങോട്ട് ധ്യാനത്തിന് വന്നപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പം എനിക്ക് ചെറിയ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇവിടെ നമ്മുടെ വെഞ്ചരിച്ച എണ്ണമുണ്ട്. സിസ്റ്റർ നെറ്റിയിൽ കുരിശ് വരച്ച് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്, ശ്വാസം മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ നെറ്റിയെ കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു സൂചി കുത്തിയിറങ്ങിയ പോലെ ഒരു വേദന ഹൃദയത്തിലുണ്ടായി. പെട്ടെന്ന് ഇങ്ങനെ കുനിയുകയും ചെയ്തു ഞാൻ. എന്തായാലും അതിനുശേഷം ആ ശ്വാസം മുട്ടോ ആ വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈശോ എന്നെ അത്ഭുതകരമായിട്ട് എൻ്റെ എല്ലാ അസുഖവും സുഖപ്പെടുത്തിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാൻ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ.